എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കോയിൻ ബനാന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 18 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 20 വരെ ചെറിയുള്ളി എടുക്കാം. ഇത് നൈസായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒപ്പം നല്ല എരിവുള്ള 2 പച്ചമുളക് നടുവേ പിളർന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നല്ല സൈസുള്ള ഒരു ഏത്തക്കായാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ വട്ടത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കോയിൻ ബനാന റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് തിന്നാവാനും പാടില്ല, ഒരുപാട് തിക്കായിട്ടും കട്ട് ചെയ്തെടുക്കരുത്. ഈ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലോ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് കഴുകി മാറ്റി വെച്ചേക്കുക. ഒരു സ്റ്റെം കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് കിട്ടുന്നത്. ഇനി ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, അതോടൊപ്പം തന്നെ പച്ചമുളക്, ഇത് രണ്ടും ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയം ഉപ്പോ മറ്റു പൊടികളോ ഒന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഈ ഒരു അരമിനിറ്റ് നേരത്തേക്ക് ഈ ഒരു ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് ബ്രൗൺ കളറായിട്ടൊന്നും കിട്ടണ്ട, ഏകദേശം ഒരു ഹാഫ് കുക്കായി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ മാത്രം നമുക്ക് റെഡിയായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഏത്തക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടികളൊന്നുമില്ല, ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ഉള്ളിയും ഈ ഒരു നമ്മുടെ ഏത്തക്കായായിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കണ്ട, ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നു, വേറെ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളമാണ് കേട്ടോ. നല്ല ചൂടുവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഏത്തക്ക ഈ ഒരു വെള്ളത്തിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏത്തക്ക കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ്. നമുക്കത് പോരാ, കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വീണ്ടും 1/2 കപ്പ് അളവിലും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏത്തക്ക ഈ ഒരു വെള്ളത്തിൽ വേണം കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ഈ ഒരു ഏത്തക്ക നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്റ്റെം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഫുൾ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവുകയും ചെയ്യും. നമുക്ക് ഈ ഒരു ഏത്തക്ക കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയില്ല. ഇതൊരു 2-3 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളതാണിത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം ഏത്തക്ക ഒരു 85% കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് കുക്കായിട്ട് വരാനുണ്ട്. ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. പക്ഷെ നിങ്ങൾ ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ 2-3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും തുറന്നു നോക്കിയിട്ടുള്ളതാണിത്. നമ്മുടെ ഏത്തക്ക ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം, നമ്മളിത് എത്ര കുക്കായിട്ട് കിട്ടുമ്പോഴും നമുക്ക് ഈ ഒരു പുറത്തെ അതിൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ, അത് ഇളകി പോകാൻ പാടില്ല. അപ്പോൾ അത് ഇളകാതെ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇളക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏത്തക്കയുടെ പുറത്തെ തൊലിയൊന്നും അങ്ങനെ ഇളകിപ്പോവില്ല. 1-2 ഒക്കെ ഇളകിപ്പോവും, അത് കുഴപ്പമില്ല. പക്ഷേ മുഴുവനായിട്ട് അങ്ങ് ഇളകിപ്പോവാതെ ശ്രദ്ധിക്കാം.
അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ ഒരു സ്റ്റെം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോയിൻ ബനാന റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പം അടുത്തൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.